പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിൻ്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിൻ്ററായ കനോൺ പിക്സിമ G3060 എന്ന പ്രിൻ്റർ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. സ്കാൻ ചെയ്യുന്ന ആദ്യം നമ്മൾ ഡോക്യുമെൻറ്റ് സ്കാനർ ഗ്ലാസ്സിൽ വെക്കണം, പ്രിൻ്ററിൻ്റെ സ്കാനർ യൂണിറ്റിൽ വെക്കണം. ഇതാണ് പ്രിൻ്ററിൻ്റെ സ്കാനർ യൂണിറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഉണ്ടല്ലേ? ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് അവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് വെക്കേണ്ടത്. കാരണം അവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് എടുത്തിട്ടുണ്ട്. അത് നേരെ ആ കോർണറിലേക്ക് വെക്കുക. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. സ്കാനിങ്ങിന് നിങ്ങൾ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ സ്കാനർ സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ആവുന്നതാണ്. IJ സ്കാൻ യൂട്ടിലിറ്റി എന്നൊരു ആപ്ലിക്കേഷനാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കേണ്ടത്. വിൻഡോ ക്യൂ പ്രസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കനോൺ എന്ന ഈ ഒരു ഓപ്ഷനിൽ, കനോൺ യൂട്ടിലിറ്റീസ് എന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. താട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ട് കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും IJ സ്കാൻ യൂട്ടിലിറ്റി. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ സ്കാനിങ്ങിന് ഉപയോഗിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിൻഡോസിലെ ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് ഇടാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ വിൻഡോ ആണ് വരിക. ഇവിടെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് ഈ ഡോക്യുമെൻ്റ് എന്ന് കാണുന്നതും പിന്നെ അതിൻ്റെ നേരെ താഴെ കാണുന്ന സ്കാൻ ഗിയർ ആണ്. ഈ രണ്ട് ടൂള് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഓട്ടോ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടായിരിക്കും സ്കാനിങ് ആവുന്നത്. ഡോക്യുമെൻ്റ് പറഞ്ഞാൽ PDF-ലായിരിക്കും സ്കാനിങ് ആവുന്നത്. ഫോട്ടോ പറഞ്ഞാൽ ഫോട്ടോ മോഡിലായിരിക്കും സ്കാനിങ് ആവുന്നത്. ഇങ്ങനെ ഓരോരോ മെത്തേഡുകളാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഈ ഡോക്യുമെൻറ്റും പിന്നെ അതിൻ്റെ താഴെ കാണുന്ന സ്കാൻ ഗിയറുമാണ്. സ്കാൻ ഗിയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യമുള്ളത്, ഡയറക്റ്റ് സ്കാൻ ചെയ്യാനാണെങ്കിൽ ഈ ഡോക്യുമെൻ്റ് എന്ന് കാണുന്ന ആ ഡോക്യുമെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് വരുന്നത് കാണാൻ സാധിക്കും, കണ്ടില്ലേ? എക്സിറ്റ് സ്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് എക്സിറ്റ് എന്ന് കൊടുക്കുക. അത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ സേവ് ആവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ടു കണ്ടിന്യൂ സ്കാനിങ്. അതിന് വേണ്ടി വീണ്ടും നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ അതിന് സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സിറ്റ് എന്ന് കൊടുത്തു. അത് നേരെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ആയിട്ടുണ്ട്. ചില വിൻഡോസിൽ ഇതേപോലെ പ്രിവ്യൂ ആയിട്ട് ഓപ്പൺ ആയി വരുന്നതാണ്. നമ്മൾ വെച്ച അതേ ഡോക്യുമെൻറ്റ് അതേ ക്ലാരിറ്റി തന്നെ സ്കാനിങ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ നേരത്തെ കണ്ടു സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സ്കാന് എക്സിറ്റ് എന്ന രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നു. അത് ആ സ്കാൻ എന്നുള്ളത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ വീണ്ടും ഒന്നുകൂടി സ്കാനിങ് കൊടുത്തിട്ടുണ്ട്. മൾട്ടി പേജ് ഡോക്യുമെൻറ്റ്സ്, അതായത് കുറേ പേജ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ 1, 2, 3 അങ്ങനെ 1 by 1 ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കാണുന്ന ഈ എക്സിറ്റിൻ്റെ അപ്പുറത്ത് കാണുന്ന സ്കാൻ പറഞ്ഞ ഈ ഒരു ടൂൾ വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഡോക്യുമെൻറ്റ് വെക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ സ്കാൻ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഇത് സ്കാനിങ് നടക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് എത്ര ഡോക്യുമെൻ്റ് ഉണ്ടോ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3 അങ്ങനെ 1 by 1 പേജായിട്ട് സേവ് ആവുന്നതാണ്. അതിനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ? സ്കാനിങ് കംപ്ലീറ്റ് ആയി വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും സ്കാൻ ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സിറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ അതിൻ്റെ സ്കാനിങ് പ്രിവ്യൂ വരുന്നതാണ്. സ്കാനിങ് പ്രിവ്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഫസ്റ്റത്തെ പേജാണ്. നമ്മൾ 2 തവണയാണ് സ്കാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഫയലൊന്ന് നോക്കുക, പ്രിവ്യൂ ജസ്റ്റ് നോക്കി നോക്കുക. യെസ്, ഇവിടെ 2 ഫയലായിട്ട് ഇത് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ സ്കാൻ എന്നുള്ള അവിടെ ഉപയോഗിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പേജായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എക്സിറ്റ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇനി ഇവിടെ സ്കാൻ ഗിയർ എന്ന ടൂളിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ സ്കാൻ ഗിയർ ഉപയോഗിക്കുന്നത് മെയിൻലി ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടാണ്. പുതിയ സോഫ്റ്റ്വെയർ ഇതേപോലെ വലിയ സ്ക്രീനായിട്ടായിരിക്കും ഉണ്ടാവുക. ആദ്യം സ്കാൻ ഗിയർ സെലക്ട് ചെയ്ത് ഇതേപോലെ ഒരു വിൻഡോ കീ വരും. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെച്ച ഡോക്യുമെൻ്റ് ഏതാണെന്നുള്ളത് ജസ്റ്റ് പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തരും. ജസ്റ്റ് പ്രിവ്യൂ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതേപോലെ ക്രോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ താഴെ കാണുന്ന ഗ്രീൻ കളർ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. അപ്പോൾ ക്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ സ്കാൻ ഗിയർ ആണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഫയലുണ്ടോ ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സ്കാൻ കൊടുത്താൽ ആ ഫയൽ മുഴുവനായിട്ടുണ്ടാവും. അതിന് പകരം നിങ്ങൾ സ്കാൻ ഗിയർ ഓപ്പൺ ചെയ്തുകൊണ്ട്
പ്രിവ്യൂ കൊടുത്തുകൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് പിന്നെ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത ഭാഗം മാത്രമേ സ്കാനിങ് ആയിട്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ സേവ് ചെയ്യുകയുള്ളൂ. ഇനി ഇതിൻ്റെ സെറ്റിങ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഈ സെറ്റിങ്സ് എടുത്തിട്ടുണ്ട്. സെറ്റിങ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഓട്ടോൻ്റെ സെറ്റിങ്സാണ് ഓട്ടോ സ്കാൻ എന്ന് കാണുന്നത്. അതേപോലെ ഡോക്യുമെൻറ്റിൻ്റെ സെറ്റിങ്സാണ് ഡോക്യുമെൻറ്റ് സ്കാൻ എന്നുള്ളത്. ഫോട്ടോൻ്റെ സെറ്റിങ്സാണ് ഈ ഫോട്ടോ സ്കാൻ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് സെറ്റിങ്സ് ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡോക്യുമെൻറ്റ് സ്കാൻ്റെതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ഡോക്യുമെൻറ്റ് സ്കാൻ്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. സോഴ്സ് ടൈപ്പ് എങ്ങനെയാണ് വേണ്ടത്, ഡോക്യുമെൻ്റ് ആണോ ഫോട്ടോ മോഡാണ് വേണ്ടത് എന്നുള്ളത്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കളർ മോഡ് ഏതാ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കളറാണോ, ഗ്രേ സ്കെയിലാണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ താഴെ ഒറിജിനൽ സൈസ് ഏത് സൈസിലാണ് വേണ്ടത് എന്നുള്ളതാണ്. A4 ആയിരിക്കും ഒരുവിധം എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെസൊല്യൂഷൻ എന്നുള്ള ഓപ്ഷൻ. ഇത് പല ആളുകൾക്കും ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ റെസൊല്യൂഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 300 dpi to 600 dpi വരെ മാക്സിമം ഉണ്ടാവും. അതേപോലെ മിനിമം 50 dpi വരെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നേരെ താഴെ ഫയൽ നെയിം, ഏത് ഫയൽ നെയിമാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സേവ് ചെയ്യുന്ന ഫോൾഡർ ഏത് ലൊക്കേഷനിലാണ്, സാധാരണ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ഇതേപോലെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഏതെങ്കിലും ഒരു ഫോൾഡർ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫോൾഡറാണോ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഡാറ്റ ഫോർമാറ്റ് എങ്ങനെയാണ് വേണ്ടത്, നോർമലി PDF ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് മാറ്റി JPEGO, TIFFോ, PNG അങ്ങനെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള സെറ്റിങ്സ് വരുന്നത്. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ നേരെ ക്ലോസ് ആയി പോകുന്നതാണ്. ഇനി ഫോട്ടോ സ്കാനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ചെറിയൊരു മാറ്റങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഡാറ്റ ഫോർമാറ്റ് JPEG ആയിട്ടുണ്ട്. അതുപോലെ സോഴ്സ് ടൈപ്പ് ഡോക്യുമെൻ്റ് ഉള്ളത് മാറി ഫോട്ടോ മോഡായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഫോട്ടോ സ്കാനും ഡോക്യുമെൻ്റ് സ്കാനും തമ്മിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയറിനെ കുറിച്ച്, ഈ സ്കാനിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുള്ളത്. പ്രിൻ്ററിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ സ്കാനർ ഡ്രൈവറും സ്കാനറിൻ്റെ സോഫ്റ്റ്വെയറും കൂടെ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഈ ഒരു മോഡൽ പ്രിൻ്ററിൽ. അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷന് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.